നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഡിസംബർ മാസം 22 മുതൽ ഡിസംബർ മാസം 28 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ഡിസംബർ 29-ാം തീയതി പുലർച്ചെ മാത്രമാണ് ശുക്രൻ കുംഭം രാശിയിലേക്ക് മാറുന്നത്. അപ്പോൾ മറ്റു മാറ്റങ്ങളില്ല. അതുകൊണ്ട് തന്നെ മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് പൊതുവെ 2024 മെയ്ക്ക് ശേഷം സാമ്പത്തികമായിട്ട് ഗുണമുണ്ടായിട്ടുണ്ട് എന്ന് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗക്കാർക്ക് അല്ലെങ്കിൽ സാമ്പത്തിക ഗുണം കിട്ടുന്ന കാര്യങ്ങളിൽ ഇതിനു മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഊർജ്ജസ്വലതയോടുകൂടി അവർക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉടനെ തന്നെ അവരിലേക്ക് വന്നെത്തിയിട്ടുണ്ടാവണം. എന്നാൽ ഈ നക്ഷത്രക്കാരിൽ തന്നെ, അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗത്തിൽ തന്നെ ഒട്ടും തന്നെ സാമ്പത്തികം ഇല്ലാത്തവർക്കോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്കോ ഈ ഒരാഴ്ച സാമ്പത്തികമായിട്ട് കുറച്ച് ഉന്നമനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ കടമായിട്ടായിരിക്കാം. അവർ എവിടെയെങ്കിലുമൊക്കെ വായ്പയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുവദിച്ച് കിട്ടാവുന്നതാണ്. അതുമല്ലെങ്കിൽ വായ്പ കൊണ്ട് പൊറുതിമുട്ടിയിരുന്നവർക്ക് ഒരു പരിധിവരെ അതിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്ന തരത്തിൽ സാമ്പത്തികമായ ഒരു വരവ് അവർക്കുണ്ടാകുന്നതാണ്. മറ്റേതെങ്കിലും തരത്തിൽ പ്രവർത്തനങ്ങൾ നിലച്ചു പോവുകയോ തങ്ങളുടെ കർമ്മമേഖലയിൽ എന്തെങ്കിലും വലിയ ഒരു അവസ്ഥ, ദോഷകരമായ അവസ്ഥ ഉണ്ടാവുകയോ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ നിന്നൊരു മാറ്റമുണ്ടാകാം. പുരോഗതിയിലേക്ക് നയിക്കാവുന്ന ചില അവസ്ഥകൾ അവരിലേക്ക് വന്നെത്താം. പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഇവർക്ക് ഗുണപ്രദമായ രീതിയിലോട്ട് മാറാം. അതുപോലെ തന്നെ ആളുകൾ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ തന്നെ ആളുകൾ എതിരഭിപ്രായം പറഞ്ഞു മാറി നിന്നവർ ഇപ്പോൾ ഏകോപന മനസ്സുമായി തിരിച്ചു വരാനുള്ള സാധ്യതയും കാണുന്നു. അതുകൊണ്ട് കർമ്മമേഖല കുറച്ചുകൂടി പുഷ്ടിപ്പെടുന്നു. തങ്ങളുടെ കീഴിൽ ജോലി ചെയ്തിരുന്നവർ അല്ലെങ്കിൽ തങ്ങളോടൊത്ത് സഹവസിച്ചിരുന്നവർ കൂടുതൽ ഊർജ്ജസ്വലമായി തങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ് ഈ മേടക്കൂറുകാർക്ക്. അതുപോലെ തന്നെ ആഴ്ചയുടെ ആദ്യത്തെ പകുതി കഴിയുമ്പോൾ ഇവർക്ക് ചില മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് അത്തരം കാര്യങ്ങളുമായി ഗുണകരമായ പല അനുഭവങ്ങളും ഉണ്ടാകുന്നു. മംഗള കാര്യങ്ങൾ അവർക്ക് തന്നെ സംഭവിക്കുന്നു. വിവാഹമോ പ്രണയ സാഫല്യമോ ഒക്കെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരുമിച്ച് കഴിയാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് വിവാഹത്തിൻ്റെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള അംഗീകാരത്തിൻ്റെയോ ഒക്കെ പിൻബലമില്ലാതെ തന്നെ ഒരുമിക്കാൻ സാധിക്കുന്നു. കൂട്ടുപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലത ഉണ്ടാകുന്നു. ധനപരമായ നേട്ടം, വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളിൽ ഗുണം, അത്തരം യാത്രകളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്നു ആഴ്ചയുടെ പകുതിക്ക് ശേഷം. അതുകൊണ്ട് പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ഗുണകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. എന്നാൽ ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. സാമ്പത്തികമായിട്ട് ഇവർക്ക് വലിയ ദോഷമൊന്നും ഉണ്ടാകുകയില്ല. അപ്രതീക്ഷിതമായ ധനസഹായമൊക്കെ വരുമെങ്കിലും അനാരോഗ്യകരമായ ചില ദോഷാവസ്ഥകൾ ഇവരെ പിന്തുടരുന്നുണ്ട്. ചില ഭാഗ്യക്കേടുകൾ ഇവർക്ക് വരാം. ആഴ്ചയുടെ തുടക്ക സമയത്ത് ലോട്ടറി ഉൾപ്പെടെയുള്ള ഭാഗ്യം ഇവർക്ക് അനുകൂലമാണെങ്കിലും ആഴ്ചയുടെ അവസാനത്തെ 2 ദിവസങ്ങൾ ശാരീരികമായ നല്ല ചില അവശതകൾ കാണുന്നുണ്ട്. ചില സർജറിക്ക് വിധേയമാകേണ്ടി വരുന്ന തരത്തിലുള്ള അപകടാവസ്ഥകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദോഷാവസ്ഥകളോ തീയുമായി ബന്ധപ്പെട്ടോ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടോ കൂർത്തുമൂർത്ത വസ്തുക്കൾ, ഭാരമുള്ള വസ്തുക്കൾ, വാഹനം, സാഹസിക കർമ്മങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന അപകട സാധ്യതകൾ ഇതൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട്. നട്ടെല്ല്, മജ്ജ, മാംസം, രക്തം വാർന്നു പോകൽ, ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരുന്ന തരത്തിലുള്ള ചില മുറിവ് പറ്റൽ, ഇതിനൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മാതാവിന് ദോഷമുണ്ടാകാം. അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തുക്കൾ, സ്ത്രീ ബന്ധുക്കൾ, മകൾ, അമ്മ, ഭാര്യ, മകൾ, അമ്മ, ഭാര്യ, സഹോദരി, ഇവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ അവരെ ചൊല്ലി മാനസിക വിഷമമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പക്ഷേ സാമ്പത്തികമായിട്ട് ഇവർക്ക് ദോഷങ്ങളൊന്നും കാണുന്നില്ല. യാത്രകൾ മുടങ്ങുകയും ഒക്കെ ചെയ്യാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 22 ഉച്ചയ്ക്ക് ശേഷം 23, 24, 25, 26, 27 ഉച്ച വരെയും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകയിരത്തര, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗുണകരമാണ് ഈ ആഴ്ച എന്ന് പറയാം. ആഴ്ചയുടെ തുടക്കത്തിലെ ഒരു ദിവസമോ 2 ദിവസമോ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആലസ്യമോ ഇവരെ ബാധിക്കുകയുള്ളൂ. ശേഷം വളരെ ശുഷ്കാന്തിയോടുകൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കുന്നതായിട്ടും മുടങ്ങിക്കിടന്നിരുന്ന പല പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ടും കാണുന്നു. സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്. അതുപോലെ പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലത ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ ഇവർക്ക് തങ്ങളുടെ കർമ്മമേഖലയിൽ ചെലുത്താൻ സാധിക്കുന്നതുകൊണ്ട്
ഈ നക്ഷത്രക്കാരെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിക്കുന്നു. പ്രത്യേകിച്ചും പ്രവർത്തന മേഖലയിൽ മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ പ്രശംസ ഏറ്റുവാങ്ങുന്നു. സമ്മാനിതരാകുന്നു പലരും. അതുകൊണ്ട് തന്നെ ഇവരുടെ കർമ്മശേഷി വർദ്ധിക്കുന്നു, ഇവരുടെ സാമ്പത്തിക നേട്ടവും വർദ്ധിക്കുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങളൊക്കെ ഇവർ വലിയ ആഘോഷങ്ങളാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ ഉല്ലാസ സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാനോ സാധ്യത. ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി സമയം ചിലവഴിക്കാനോ പ്രണയസാഫല്യം നേടാനോ ഉള്ള അവസ്ഥ. ഇരുവരും ഒരുമിച്ച് യാത്ര ചെയ്യാനും തങ്ങളുടേതായ സ്വാതന്ത്ര്യങ്ങളിലേക്ക് പോകാനുമൊക്കെ സാധിക്കുന്ന ആഴ്ചയാണ് അവസാന ദിവസങ്ങളിൽ. അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ മാറും. അതുകൊണ്ട് പൊതുവേ നല്ലതാണ്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ കഴിയുമ്പോൾ പ്രവർത്തനങ്ങളിൽ വിജയം, യാത്ര മുടങ്ങിക്കിടന്നിരുന്ന അവസ്ഥ മാറുന്നു, വിദ്യാഭ്യാസ സംബന്ധമായ തടസ്സങ്ങൾ മാറുന്നു, പ്രവർത്തനങ്ങളിലെ മൊത്തം തടസ്സങ്ങൾ മാറുന്നു, സാമ്പത്തിക നേട്ടമുണ്ടാവുന്നു, യാത്രാഗുണം ഉണ്ടാവുന്നു, ബന്ധുജന ഗുണം, ഇഷ്ടപ്പെടുന്നവരുമൊത്തുള്ള സമീപനം, സാമീപ്യം, അതിൽ നിന്ന് കിട്ടുന്ന ആഹ്ലാദം, ആനന്ദം തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇവർക്കുണ്ട്. തുടക്കത്തിൽ അല്പം ശ്രദ്ധിക്കണം. ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്കോ അല്ലെങ്കിൽ ഇവർക്ക് ഉദര സംബന്ധമായോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷാദരോഗത്തിൻ്റെ ആലസ്യമോ ഇവരെ തുടക്ക 2 ദിവസം ബാധിച്ചേക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ, അതായത് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 25, 26, 27, 28 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര നക്ഷത്രം, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും തുടക്ക ദിവസങ്ങൾ ശ്രദ്ധിക്കണം. ആഴ്ചയുടെ പകുതിക്ക് ശേഷമാണ് കൂടുതൽ ഗുണം. മാതാവുമൊത്തുള്ള യാത്ര അത്ര നല്ലതല്ല. അതുപോലെ മാതാവിന് ഈ ഒരുമിച്ച് യാത്രയൊന്നും ചെയ്തില്ലെങ്കിലും ശാരീരികമായ ചില അവശതകൾ ഉണ്ടാകാം എന്ന് കാണുന്നു. കുടുംബത്തിൻ്റെ മൂലകുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചില കലഹമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. ഉപാസനാമൂർത്തി, തറവാട് ദേവത, ഭരദേവത, ഇതുമായി ബന്ധപ്പെട്ട് ആ അമ്പലവുമായി ബന്ധപ്പെട്ടൊക്കെ ആഘോഷങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അവസ്ഥകളോ ഒക്കെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ചിലപ്പോൾ നാട്ടിൻ പുറത്തേക്കോ അല്ലെങ്കിൽ തങ്ങളുടെ മാതൃകുടുംബത്തിലേക്കോ ഒക്കെ ഒന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ ഈ നക്ഷത്രക്കാർക്ക് വരുന്നു. പുരുഷനായാലും സ്ത്രീയായാലും ചിലപ്പോൾ സകുടുംബം അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. എന്തായാലും സാമ്പത്തികമായിട്ട് ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് ഇവർക്ക് കൂടുതൽ ഗുണം കാണുന്നത്. ആദ്യത്തെ 3-4 ദിവസങ്ങൾ, 3ഓളം ദിവസങ്ങൾ സാമ്പത്തികമായിട്ട് അധിക ചെലവിൻ്റെ ദിവസങ്ങളായി കാണുന്നു. സന്താനങ്ങൾക്ക് യാത്രാക്ഷീണമോ പ്രശ്നമോ ആരോഗ്യ സംബന്ധമായ ചെറിയ കുഴപ്പങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. പഠനത്തിൽ നിന്ന് കുറച്ച് ദിവസമെങ്കിലും മാറി നിൽക്കേണ്ടതായി വരാം ഇവർ. എന്നാലും അവസാന ദിവസങ്ങൾ, ആഴ്ചയുടെ അവസാനത്തെ 3 ദിവസങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ഗുണമാണ് കാണുന്നത്. പ്രത്യേകിച്ചും പ്രവർത്തനങ്ങളിൽ വിജയം, യാത്ര കൊണ്ട് ഗുണം, എന്താണോ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങൾ കൂടുതൽ മനസാന്നിധ്യത്തോടു കൂടി ഇറങ്ങി പ്രവർത്തിക്കാനുള്ള അവസ്ഥ ഇതെല്ലാം ഉണ്ടാകുന്നു. അപ്പോൾ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും അതുപോലെ തന്നെ കുറേ കാലമായി ആലോചിച്ചിരുന്ന കാര്യങ്ങൾ നടത്തിപ്പിക്കാനുമൊക്കെ ഇവർക്ക് സാധിക്കുന്നു ആഴ്ചയുടെ അവസാനത്തെ 2.5 ദിവസങ്ങൾ. അതായത് വ്യാഴാഴ്ച ഉച്ച, വെള്ളി, ശനി ദിവസങ്ങൾ ഇവർക്ക് താരതമ്യേന ഗുണമുള്ളതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 27, 28 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ വളരെ ഊർജ്ജസ്വലമായി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാനുള്ള എല്ലാ മട്ടും കാണുന്നുണ്ട്. ഇവർക്ക് വേറെ ദോഷങ്ങളൊന്നും തന്നെ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഈശ്വരാധീനത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ബുധൻ്റെ അനുഗ്രഹത്താലുമൊക്കെ ബുദ്ധിവൈഭവത്തിൻ്റെയും കർമ്മശേഷിയുടെയും യുവത്വത്തിൻ്റെ പ്രസരിപ്പിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഇവർക്കിപ്പോൾ വളരെ നല്ല സമയമാണ്. ഒരു മോശാവസ്ഥയിൽ നിന്ന് എണീറ്റ് വന്നതുപോലെ ചില അവസ്ഥകൾ ഇവർക്കിപ്പോൾ ഉണ്ടാകാം. പൊതുവെ ഗുണകരം, സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയമൊക്കെ കാണുന്നുണ്ട്. എന്നാൽ മിക്ക കാര്യങ്ങളിലും എന്തെങ്കിലും തടസ്സമോ പ്രശ്നങ്ങളോ ആശങ്കകളോ ഇപ്പോഴും ഇവരെ വിട്ടൊഴിയുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ആലോചിക്കുക. ഏത് സന്തോഷത്തിൻ്റെ അവസ്ഥയിലും ഒരു ഉൾക്കിടിലം പോലെ ചില ഭയം, ചില ആശങ്കകൾ ഇവരെ ഇപ്പോഴും അലട്ടുന്നുണ്ട്. അതിനൊക്കെ പരിഹാരം വ്യാഴം 11-ൽ നിൽക്കുന്നതും അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധനും അനുഗ്രഹിക്കും. ജന്മത്തിൽ ചൊവ്വ നിൽക്കുന്നത് പകുതി ഇവർക്ക് ഗുണമാണ്. ഊർജ്ജസ്വലമായ ഒരു മനസാന്നിധ്യത്തെ അത് സമ്മാനിക്കുന്നുണ്ട്. എന്നാലും ചൊവ്വയുടെ പാപത്വം എപ്പോഴും നാം മനസ്സിൽ പരിഗണിക്കണം. അപകട സാധ്യതകളുണ്ട്. പൊള്ളലേൽക്കാനോ വൈദ്യുതാഘാതമേൽക്കാനോ ഒക്കെ സാധ്യതകളുണ്ട്. ജലരാശിയിലാണ് ചൊവ്വ നിൽക്കുന്നതെന്നാൽ ജലത്താൽ ഉപദ്രവമുണ്ടാകാം. നീർവീഴ്ച, തണുത്ത വസ്തുക്കൾ, ഫ്രിഡ്ജിൽ നിന്നോ മരവിച്ച അവസ്ഥകളിൽ പഴകിയ വസ്തുക്കൾ, ഇതൊക്കെ ഭക്ഷിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ,
രാത്രി കുളിയിലുണ്ടാകുന്ന കുഴപ്പങ്ങൾ, തലയിൽ നീരിറങ്ങിയാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, സന്ധികളിൽ വേദന, അല്ലെങ്കിൽ ഇതൊന്നുമല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള വിഷം ഇവരിൽ ഉള്ളിലേക്ക് ചെല്ലാനുള്ള സാധ്യത, ഇതൊക്കെ തന്നെ കാണുന്നു. അണുബാധ ഒക്കെ കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ചൊവ്വ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉള്ളതിനാൽ ഏതെങ്കിലും തരത്തിൽ ഇതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട്. അതുപോലെ ലോവർ അബ്ഡമിൻ ഭാഗവും ശ്രദ്ധിക്കണം. യൂട്രസിനൊക്കെ പ്രശ്നമുള്ളവർക്ക് അത് അല്പസ്വല്പം മൂർച്ഛിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ളത് 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈശ്വരാനുഗ്രഹം ആണ്. സന്താനങ്ങൾക്ക് നല്ല അവസ്ഥ വരും. പഠന സംബന്ധമായ അവരെക്കുറിച്ച് നല്ല ഇത് കിട്ടും. ഇവരുടെയും ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾക്ക് വളരെ നല്ല വിജയമുണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. അഷ്ടമത്തിലെ ശനി സർവ്വകാര്യങ്ങൾക്കും തടസ്സവും ഭയവും ഉണ്ടാക്കും. അത് മനസ്സിൽ കാണുക. ആശങ്കകൾ രാഹുവും 9-ൽ നിന്ന് ഇവർക്ക് സമ്മാനിക്കും. അതുകൊണ്ട് പ്രത്യേകമായിട്ടത് മനസ്സിലാക്കുക. എന്നാലും ഇതിനൊക്കെ അപ്പുറം 11-ലെ വ്യാഴത്തിൻ്റെ നില ഇവർക്ക് ഊർജ്ജസ്വലതയും 3-ലെ കേതുവും ചില കാര്യങ്ങളിൽ ഇവർക്ക് ഉറച്ചു നിൽക്കാനുള്ള മനോധൈര്യവും സമ്മാനിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 22 ഉച്ചയ്ക്ക് ശേഷം 23, 24 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും കഴിഞ്ഞ കുറേ കാലമായി കണ്ടക, അഷ്ടമരാഹു, 2-ൽ കേതു ഇതൊക്കെ ഉണ്ട്. 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ജോലി സംബന്ധമായ കാര്യത്തിൽ ഒരു വ്യതിയാനം വേണമോ, ഒരു മാറ്റം വേണമോ എന്ന് ഇവരുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള അവസ്ഥകൾ തൊഴിൽ രംഗത്തുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പല തരത്തിൽ പ്രതിബന്ധങ്ങളോ പ്രശ്നങ്ങളോ വിഷമങ്ങളോ ജോലി രംഗത്തുണ്ടാകും. പുതിയ ജോലിയിലേക്ക് മാറാനുള്ള സാധ്യത വർദ്ധിക്കും. പുതിയ ജോലിയിൽ ആശങ്കകളൊന്നുമില്ലാതെ വിഹരിക്കാൻ സാധിക്കുകയും വരും വർഷങ്ങളിൽ കൂടുതൽ ഗുണം കിട്ടുകയും ചെയ്യുന്ന അവസ്ഥ കാണുന്നുണ്ട്. തീരെ മോശമൊന്നും 10-ലെ വ്യാഴം ചെയ്യില്ല. ബന്ധപ്പെട്ടവരുടെ ആരോഗ്യത്തിനും അവരുടെ സുഖകരമായ വാഴ്ചയ്ക്കും വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം ഇവർ മഹാവിഷ്ണുവിനെ. അതുകൊണ്ട് തന്നെ 10-ാം ഭാവത്തിലെ വ്യാഴം ഇവർക്ക് സാമ്പത്തികമായിട്ട് വലിയ അല്ലലൊന്നും കൊടുക്കില്ല. പക്ഷേ കൃത്യമായി കിട്ടുന്നതിൻ്റെ ഏകദേശം അടുത്ത് തന്നെ ചിലവ് വരിക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചിലവ് വരിക, ആ അവസ്ഥയുണ്ടാകും. എന്നാലും എങ്ങനെയും പണം ഇവരിലേക്ക് എത്തിച്ചേരും. പണമില്ല എന്ന അവസ്ഥ കാണുന്നില്ല. വീട്ടിലേക്ക് പുതിയ സാധനങ്ങൾ വാങ്ങുക, ഫർണിച്ചർ വാങ്ങുക, വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ നടത്തുക, പുതിയ വാഹനം വാങ്ങുക, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. മാതാവുമായി ബന്ധപ്പെട്ടോ മൂലകുടുംബത്തിലോ അത്യാവശ്യം സഹായങ്ങൾ ചെയ്യുക. മാതാവിൻ്റെ പരിരക്ഷ ഇതെല്ലാം നോക്കുക. ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഇതിലൊന്നും വലിയ ദോഷം കാണുന്നില്ല. എന്നാൽ എല്ലാത്തിലും ചില കണക്കുകൾ വയ്ക്കുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കാതെ പോകുകയും ചെയ്യുന്നതിലുള്ള വിഷമം ഇവരെ അലട്ടും എന്ന് കാണുന്നു. ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിൽ അല്പം നീരസം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും 7-ാം ഭാവത്തിൽ ശനിയും 6-ൽ ശുക്രനും നിൽക്കുന്നത് ഒട്ടും നല്ലതല്ല. കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ, പ്രശ്നങ്ങൾ, കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കൽ, ഏതെങ്കിലും ഒരു ഇണയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷമമുണ്ടാവുക, തങ്ങൾ സ്നേഹിച്ചിരുന്നതും ചേർത്തു പിടിച്ചതുമൊക്കെ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അവർ തങ്ങളെ ചതിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഉണ്ടാകുന്ന ഒരു അവസരവും കാണുന്നുണ്ട്. തെറ്റായ ധാരണകൾ ഇവർക്കിടയിലും ഉണ്ടാകാം, ദമ്പതികൾക്കിടയിലും ഉണ്ടാകാം. ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഇവരുടെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് തെറ്റായ ധാരണകൾ ഈ 8-ൽ നിൽക്കുന്ന രാഹുവും 2-ൽ നിൽക്കുന്ന കേതുവും കൂടി ചെലുത്തും. കാരണം വാക്ക്, അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ, കാണാമറയത്തുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ചിന്തിച്ച് കൂട്ടി സംശയത്തിൻ്റെ ഒരു വലിയ മറ ഇവർക്കിടയിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും പ്രാർത്ഥിക്കുക, അതുമാത്രമാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. മോശാവസ്ഥയിൽ പ്രാർത്ഥനയും മനസ്സിൻ്റെ ഏകാഗ്രതയുമാണ് പലപ്പോഴും പല ദോഷങ്ങളെയും അതിർത്തി കടന്നു വിടാൻ അല്ലെങ്കിൽ അതിജീവിക്കാൻ നമ്മെ സഹായിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് നിഷ്ഠകൾ ചെയ്യുക എന്ന് വേണം പറയാനുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 25, 26, 27 ഉച്ചവരെയും നല്ലതാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 9-ലെ വ്യാഴവും 11-ലെ ചൊവ്വയും അതുതന്നെ വളരെ സാമ്പത്തിക ഗുണവും ഈശ്വരാനുഗ്രഹവും ഇവർക്ക് സമ്മാനിക്കും. 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് അതിൻ്റെ അധിപൻ ബുധനാണ്. ആ ബുധൻ 3-ൽ നിൽക്കുന്നു. കർമ്മരംഗത്ത് ചില ചെറിയ ആലസ്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാമെങ്കിലും അത്ര ദോഷമൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് ഇവർക്ക് സാമ്പത്തികമായിട്ട് ഗുണം കിട്ടണമെങ്കിൽ കൃത്യമായ ഒരു കർമ്മരംഗം ഇവർക്കുണ്ടാകണം. 11-ൽ നിൽക്കുന്ന ചൊവ്വയും വരുമാനം ചോദിച്ചു വാങ്ങുന്നതിലും കൃത്യമായി എന്താണോ അവർ ചെയ്ത അധ്വാനം അതിനനുസരിച്ച് കൃത്യമായ തുക കിട്ടുന്നതിൽ വാശി പിടിക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഒരു കർമ്മം അവർക്കുണ്ട്. ക്രിസ്റ്റൽ ക്ലിയറായിട്ടൊരു തൊഴിൽ മേഖലയുണ്ട് എന്ന് കാണുന്നു. അതിൽ വലിയ ദോഷം കാണുന്നില്ല. 5-ൽ സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് ഭാഗ്യത്തെ
സമ്മാനിക്കും. അതുകൊണ്ട് തന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ പിന്നെ, ഈശ്വരാധീനം ഉണ്ടെങ്കിൽ പിന്നെ മറ്റു ദോഷങ്ങൾ ഒന്നും തന്നെ ആരെയും ബാധിക്കില്ലല്ലോ. ആ അവസ്ഥ ഇവർക്കുണ്ട്. 6-ൽ സഞ്ചരിക്കുന്ന ശനിയും ദോഷത്തെ ഒന്നും ചെയ്യില്ല. ഇവർക്ക് അല്പമെങ്കിലും ദോഷമുണ്ടാക്കാൻ സാധ്യതയുള്ള ഗ്രഹങ്ങൾ 7-ൽ സഞ്ചരിക്കുന്ന രാഹുവും ജന്മത്തിൽ സഞ്ചരിക്കുന്ന കേതുവുമാണ്. പ്രതിലോമകാരികളും അതുപോലെ തന്നെ ഷാഡോ എഫക്റ്റിൽ, അതായത് ഉണ്ടെന്നും ഇല്ലെന്നും ഉള്ളതിനെ നേരെ വിപരീതമായി തോന്നിപ്പിക്കുന്ന അവസ്ഥ സൃഷ്ടിക്കുന്ന ഗ്രഹങ്ങൾ, പ്രതിലോമകാരികൾ. അങ്ങനെയുള്ള രാഹു കേതുക്കൾ ഇവർക്ക് ഇവരുടെ ശരീരത്തിൽ രോഗാവസ്ഥയുണ്ടാക്കാം. അത് ചിലപ്പോൾ തിരിച്ചറിയണമെന്നില്ല. ചെറിയ സിമ്പലുകളിലൂടെയൊക്കെ ചില രോഗങ്ങൾ അതിൻ്റെ വെളിപ്പെടുത്തലുകൾ നടത്തിയേക്കാം. അത്തരം കാര്യങ്ങൾ കൃത്യമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തുക. അതുപോലെ ചില തെറ്റായ ധാരണകൾ, തങ്ങളെക്കുറിച്ച് മറിച്ചുള്ള ചില വർത്തമാനങ്ങൾ, തെറ്റായ ധാരണകൾ പരത്തുന്ന അവസ്ഥ, ഇതെല്ലാം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കുടുംബ ബന്ധങ്ങളിൽ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നിടത്ത്, കർമ്മമേഖലയിലൊക്കെ ഇത് വരാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നേ പറയാനുള്ളൂ. അങ്ങേയറ്റം സുതാര്യമായി കാര്യങ്ങൾ വ്യക്തമായി പറയാനും പ്രവർത്തിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. 9-ലെ വ്യാഴം അതിനെല്ലാം അവരെ സഹായിക്കും. 5-ലെ ശുക്രനും അതിന് സഹായിക്കുമെന്ന് ധരിക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 22 ഉച്ചയ്ക്ക് ശേഷം 23, 24, പിന്നെ 27 ഉച്ചയ്ക്ക് ശേഷം 28 നല്ലതാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. അഷ്ടമസ്ഥിതേ വ്യാഴം. അപ്പോൾ വ്യാഴം അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നു. 10ാം ഭാവത്തിൽ ചൊവ്വ, കർമ്മഭാവത്തിൽ ചൊവ്വ നീചഭംഗ രാജയോഗകാരകനായി നിൽക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കും. ഇവരുടെ ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും ഒരു പ്രവർത്തന മേഖല ലഭ്യമാവുന്നു. പ്രത്യേകിച്ചും ധനം നേടുന്ന ഒരു പ്രവർത്തന മേഖല കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ തങ്ങളുടെ കാര്യങ്ങളിൽ കൃത്യമായ ചില ചിട്ടകൾ പാലിക്കാനും ആസൂത്രണങ്ങൾ പാലിക്കാനും സാധിക്കുന്നുണ്ട് ഇവർക്ക്. ഭാഗ്യവും അതുപോലെ തന്നെ ഈശ്വരാധീനവും കുറഞ്ഞിരിക്കുന്നതിനാൽ പ്രാർത്ഥന കൊണ്ട് അങ്ങേയറ്റം കാര്യങ്ങൾ ശുഷ്കാന്തിയോടുകൂടിയും ചിട്ടയോടും കൂടി ചെയ്യാൻ ഇപ്പോൾ ഇവർ ശ്രമിക്കുന്നത് എന്തായാലും നല്ലതാണ്. കാരണം 4-ലെ ശുക്രൻ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിലും കുടുംബകാര്യങ്ങൾ നോക്കുന്നതിലും ഒരു ഗൃഹസ്ഥാശ്രമി എന്ന നിലയിൽ ജീവിക്കുന്നതിലും, അതുപോലെ തന്നെ എവിടം തങ്ങുന്നുവോ അവിടെല്ലാം, ഓഫീസിലായാൽ ഓഫീസിൽ, വാഹനത്തിലായാൽ വാഹനത്തിൽ, വാടക വീട്ടിലോ സ്വന്തം വീട്ടിലോ ആയാൽ അവിടെ, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോകുന്നിടത്ത്, ഇങ്ങനെ എല്ലായിടത്തും തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന തരത്തിൽ പ്രശംസനീയമാം വണ്ണം പ്രവർത്തിക്കുവാൻ, കർമ്മനിരതമായി നിൽക്കുവാൻ ഇവർക്ക് സാധിക്കും. ഓഫ് കോഴ്സ് ഭാഗ്യക്കേടുണ്ട്, തടസ്സങ്ങളുണ്ട്, ഈശ്വരാധീനക്കുറവുണ്ട്, അറിയാം. അത് ഏതെങ്കിലും വിധത്തിൽ ഇവരെ അലട്ടുകയോ വെല്ലുവിളിയായി മുന്നിൽ വരികയോ ചെയ്യാം. പക്ഷേ പ്രാർത്ഥനയ്ക്കപ്പുറം മറ്റൊരു മരുന്നുമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു ഇവർക്ക് വെല്ലുവിളികൾ ഉയർത്തുമെങ്കിലും ദുരിതങ്ങൾ ഉണ്ടാക്കുമെങ്കിലും അതിനെ പരിഹരിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. ഉദര സംബന്ധമായ രോഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്കിതയോ വ്രണബാധിതയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രുവിന് മേൽ എന്തായാലും ഇവർക്ക് വിജയമുണ്ടാകും. വിമർശനങ്ങളെ ഇവർക്ക് അതിജീവിക്കാനും സാധിക്കും. ഭാഗ്യവും ഈശ്വരാധീനവും അല്പം അകലെയായതിനാൽ കുറച്ച് വിയർക്കേണ്ടി വരും, കുറച്ച് കഷ്ടപ്പാടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ അന്തിമ വിജയം ഇവരുടേത് തന്നെ ആയിരിക്കും. ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 25, 26, 27 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ളതായിട്ടാണ് കാണുന്നത്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിലെ വ്യാഴം, അതുപോലെ തന്നെ ജന്മത്തിൽ ബുധൻ, 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ, ആഴ്ചയുടെ അവസാന ദിവസം 28 കഴിഞ്ഞിട്ട് ശുക്രൻ 4-ലേക്ക് പോകുന്നുണ്ട്. കണ്ടകശനി 4-ൽ നിൽക്കുന്നു. രാഹു 5-ൽ, ഭാഗ്യസ്ഥാനത്ത് രാഹു. നിവർത്തി സ്ഥാനത്തും ദമ്പതികളുടെ സ്ഥാനത്തുമൊക്കെ വ്യാഴം അനുകൂലമായി നിൽക്കുന്നുണ്ട്. 9-ാം ഭാവത്തിൽ ചൊവ്വ, 11-ൽ കേതു. ദോഷം എന്ന് പറയാൻ 4-ൽ നിൽക്കുന്ന ശനി, 3-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ താരതമ്യേന പകുതി മാത്രമേ ദോഷം ചെയ്യുന്നുള്ളൂ. 5-ലെ രാഹു ഇതാണ്, അല്ലെങ്കിൽ 9-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ, ഇതുമാത്രമാണ് ഇവർക്ക് ദോഷം സമ്മാനിക്കുന്ന ഗ്രഹങ്ങൾ. ബാക്കി ഗ്രഹങ്ങളൊക്കെയും ഗുണമാണ്. 7-ലെ വ്യാഴം കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നതിൽ, അനുഗ്രഹം കൊടുക്കുന്നതിൽ, എന്തു ചെയ്താലും അതിനൊരു വിജയമെത്താനും യാത്ര ഗുണകരമാവാനും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വിജയകരമായി കൊണ്ടുപോകാനും തങ്ങളുടെ പുതിയ കർമ്മമേഖലയിൽ കൂടുതൽ നന്നായി വ്യാപരിക്കാനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും സഹായിക്കുന്നു.
അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതും ഒരുമിച്ചുള്ളൊരു ജീവിതമാണല്ലോ, ആ ജീവിതത്തിൽ വളരെ ഗുണകരമായ അനുഭവങ്ങൾ ലഭിക്കുവാനും വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം കഴിക്കുവാനും അതുപോലെ തന്നെ ഒരുമിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല ദാമ്പത്യ ബന്ധത്തിനുമൊക്കെ വ്യാഴം 7-ൽ സഹായിക്കും. പ്രത്യേകിച്ച് ശുക്രൻ്റെ രാശിയിൽ ആ കാര്യമെങ്കിലും ചെയ്യും തീർച്ചയായിട്ടും. ശുക്രനോട് ഇഷ്ടമില്ലെങ്കിലും അത്തരം കാര്യത്തിൽ അനുഗ്രഹം കൊടുക്കും സ്വാഭാവികമായും. അതിൽ തിന്മ ചെയ്യുന്നവർക്കേ ഏതെങ്കിലും തരത്തിലുള്ള ദോഷം അനുഭവിക്കാനുള്ള സാധ്യതയുള്ളൂ. അതുപോലെ ജന്മത്തിൽ നിൽക്കുന്ന ബുധൻ കുറച്ചുകൂടി ഊർജ്ജസ്വലമായി, കുറച്ചുകൂടി മനസ്സിൻ്റെ ആലസ്യവും ശരീരത്തിൻ്റെ ആലസ്യവുമൊക്കെ മാറ്റി ഒരു യൗവന തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിക്കാൻ ഇവരെ അനുഗ്രഹിക്കുന്നുണ്ട്. 3-ലെ ശുക്രൻ താരതമ്യേന ഗുണമാണ്. പക്ഷേ 4-ലെ കണ്ടകനെ ശ്രദ്ധിക്കണം. മാതാവ്, മാതൃകുടുംബം, വാഹനം, ഓരോ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ കൂറുകാർക്ക് കിട്ടുന്ന മാനസിക സന്തോഷം, അവരുടെ സൗഹാർദ്ദങ്ങൾ, ഇതൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഇപ്പോൾ വെല്ലുവിളിയോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാനുള്ള സാധ്യത, ആളുകൾ കൂടുന്നിടത്ത് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും ഒക്കെ കാണുന്നു. എല്ലാത്തിനും മേലെ വ്യാഴത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ഭാഗ്യസ്ഥാനത്ത് രാഹുവും നിൽക്കുന്നതിനാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അപാരമായ ബുദ്ധിശക്തിയുടെ ഗുണം ഇവരെ സഹായിക്കുമെങ്കിലും മറ്റു ചിലപ്പോൾ അത് താരതമ്യേന ദോഷകരമായും വരാം. അതുകൊണ്ട് ഓരോ ഇടത്തും എന്തു പറയണം എന്നുള്ള യുക്തിഭദ്രതയോടുകൂടി ഓരോന്നും സംസാരിക്കുക. സന്താനങ്ങൾക്ക് ശാരീരികമായ അവശതയോ അലർജി അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 22 ഉച്ചയ്ക്ക് ശേഷം 23, 24, 25, 26, 27 ഉച്ചവരെയും ഗുണകരമാണ്. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവർക്ക് ഇപ്പോൾ വ്യാഴം 6-ലാണ് സഞ്ചരിക്കുന്നത്. 6, 8, 12 ദുസ്ഥാനങ്ങളായതിനാൽ അവിടെ വ്യാഴം സഞ്ചരിക്കുന്നത് അത്ര നല്ലതല്ല. 3-ലെ ശനി താരതമ്യേന ഗുണമുള്ളതാണ്. 3, 6, 11 ശനിക്ക് നല്ലതാണ്. 4-ലെ രാഹു, 10-ലെ കേതു ദോഷം, അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും ദോഷം. 2-ലെ ശുക്രൻ വളരെ ഗുണത്തെ ചെയ്യും. അപ്പോൾ ശുക്രൻ്റെ 2-ലെ നിലകൊണ്ട് ധനനേട്ടം, പറയുന്നിടത്തെല്ലാം തന്നെ ഇവർക്ക് അംഗീകാരം, വാക്ക് മധുരമാകുന്നു. ആളുകളുടെ സഹവർത്തിത്വം ഇവർക്ക് വളരെ ഗുണകരമായി വരുന്നു. മറ്റുള്ളവരുമായി ഇടപഴകി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. സഹപ്രവർത്തകരോട് നല്ല രീതിയിൽ ഇടപഴകാനും അങ്ങനെ മേലധികാരികൾ തങ്ങളുടെ കർമ്മമേഖലയിൽ ഇവരെ അനുഗ്രഹിക്കാനും ഇവരോട് സന്തോഷകരമായി ഇടപഴകാനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ 4-ൽ സഞ്ചരിക്കുന്ന രാഹു, ശത്രുക്കൾ അവിടെയും തലപൊക്കും എന്ന കാര്യം, പ്രത്യേകിച്ച് കർമ്മരംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഏഷണി പരത്തുക, തെറ്റിദ്ധാരണകൾ പരത്തുക, ഇതൊക്കെ ഉണ്ടാക്കാം. സംശയത്തിനാസ്പദമായ ഒരുപാട് വിത്തുകൾ അവർ പാകാനിടയുണ്ട്. 6-ൽ നിൽക്കുന്ന വ്യാഴവും ഈശ്വരാധീന കുറവ് കൊണ്ട് അതിനെ സഹായിക്കുമെന്ന് കാണുന്നു. അഷ്ടമത്തിലെ ചൊവ്വ ഇത്തരം കാര്യങ്ങളിൽ ഇവർക്ക് വലിയ മനസ്താപം ഉണ്ടാകുമെന്നും ധരിക്കണം. അപകട സാധ്യതകൾ ചിലപ്പോൾ കൈവിട്ടു പോയാൽ അത് അപകട സാധ്യതകളിലേക്കും മറ്റുള്ളവരെ ആക്രമിക്കാനും ഒക്കെ തുനിയാനുള്ള ചില അവസ്ഥകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ 8-ാം ഭാവം ഈ സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തുലാക്കൂറിൽപ്പെട്ട സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയുമൊത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്കാണെങ്കിൽ അവർക്ക് അവരുടെ തന്നെ ആയുസ്സിന് കോട്ടം തട്ടുന്ന തരത്തിലോ അപകടകരമായ ചില അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ട അവസരങ്ങളോ ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. 12-ലെ ബുധൻ വളരെ നല്ലതാണ്. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും വിദ്യാസംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ഉണർവും കൊടുക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 22 ഉച്ചയ്ക്ക് ശേഷം 23, 24, 25, 26, 27 ഉച്ചവരെയും ഗുണകരമാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവർക്ക് ഈ ഒരാഴ്ചയിൽ ഗുണകരം ഏറ്റവും എന്ന് പറയാവുന്നത് ഇപ്പോഴും വ്യാഴത്തിൻ്റെ 5-ലെ നിലയാണ്. അതുപോലെ ശുക്രൻ ജന്മത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തങ്ങളുടെ ശാരീരികമായ ഇംപ്രഷൻ, വ്യക്തിത്വം നന്നായിട്ട് ഇവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നു. മൊത്തത്തിൽ രൂപഭാവങ്ങളിൽ സൗന്ദര്യാത്മകമായ ഒരു സ്പർശം വരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഗുണകരമാണ്. 3-ലെ രാഹു കൂടുതൽ ഉത്സാഹശീലത്തോടുകൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ നിലനിൽക്കാൻ ഇവരെ സഹായിക്കുന്നു. 9-ൽ സഞ്ചരിക്കുന്ന കേതു പിതാവിന് ദോഷകരമാണ്. ചില യാത്രകൾ ചിലപ്പോൾ തടസ്സപ്പെടാം, പ്രത്യേകിച്ച് വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളോ യാത്രകളോ. എന്നാലും തങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ യാതൊരു തടസ്സവും കാണുന്നില്ല. 7-ൽ നിൽക്കുന്ന ചൊവ്വ ചിലപ്പോൾ വീട്ടിൽ നിന്നോ സ്വന്തം നാട്ടിൽ നിന്നോ ഒന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നേക്കാം. ലോവർ അബ്ഡമിൻ ഭാഗങ്ങളും ജെനിറ്റൽ ഓർഗൻസ് ഭാഗങ്ങളും പ്രത്യേകമായി ശ്രദ്ധിക്കണം. അപകട സാധ്യതകൾ, ചൂട് കൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ,
മൂർച്ചയുള്ള ഉപകരണങ്ങളോ വസ്തുക്കളോ കൊണ്ടുണ്ടാകാവുന്ന മുറിവുകൾ, ഇങ്ങനെയുള്ള അപകട സാധ്യതകൾ കാണുന്നു. അൾസറേഷൻ്റെ പ്രശ്നങ്ങളുമൊക്കെ ഉദരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ചിലരെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടി വരും. ജലസംബന്ധമായ അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനും സാധ്യതയുണ്ട്. 2-ൽ നിൽക്കുന്ന ശനി ഇപ്പോഴും ഏഴര ശനി പൂർണ്ണമായും തീർന്നിട്ടില്ല എന്ന ചിന്തയുണ്ട്. തീരാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് മാർച്ച് 29-ന് തീരുന്നു, മാസങ്ങളേ ഉള്ളൂ. ഒരു മാസം 1 ഡിഗ്രി എന്ന കണക്കാണ് ശനിക്ക്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 25.5-26 ഡിഗ്രിയോളം കുംഭം രാശിയിൽ ശനി എത്തിക്കഴിഞ്ഞു. പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു അടി തരുമെന്നൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗ്രന്ഥങ്ങളിലൊന്നും പറയുന്നില്ലെങ്കിലും അങ്ങനെ ഉള്ള അവസ്ഥ എടുത്താൽ ശനി മാറാൻ, ഏഴര ശനി തീരാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു അടി കിട്ടാനുള്ള സാധ്യത കൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. എല്ലാ ആഴ്ചകളിലും അത് സംഭവിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. 3-ലെ രാഹു എന്തായാലും ഈ നക്ഷത്രക്കാർക്ക് ഗുണമാണെങ്കിലും സഹോദരന്മാർക്കോ അടുത്ത ബന്ധുക്കൾക്കോ അത്ര നല്ലതല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 25, 26, 27, 28 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളവും 4-ലെ വ്യാഴവും അതുപോലെ തന്നെ 10-ാം ഭാവത്തിലെ ബുധനും 6-ലെ ചൊവ്വയും ഇവരെ കൂടുതലായി സഹായിക്കുന്നതായിട്ട് കാണാം. 4-ലെ വ്യാഴം തീർച്ചയായിട്ടും കുടുംബത്തിൽ, പ്രവർത്തന മണ്ഡലങ്ങളിൽ, തൊഴിൽ മേഖലയിൽ, വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ, സ്വന്തം തറവാട്ട് വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ തന്നെയും ഏതെങ്കിലും തരത്തിലുള്ള ഈശ്വരാനുഗ്രഹവും ഗുണവും പ്രവർത്തനങ്ങളിൽ വിജയവും ഇവർക്കുണ്ടാകുന്നു. സാമ്പത്തികമായ നേട്ടവും മനസ്സിനെ ആഹ്ലാദിപ്പിക്കുകയും അതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ തരത്തിലുള്ള ധനവും ഇവരിലേക്ക് വന്നു ചേരുന്നു. ആ കാര്യങ്ങളിലൊന്നും ദോഷമില്ല. മാതാവിന് ശാരീരികമായ അവശതയോ അല്ലെങ്കിൽ മാതൃതുല്യരായ വ്യക്തികൾക്കോ അല്ലെങ്കിൽ മാതാവിൻ്റെ ബന്ധുക്കൾക്കോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ആരോഗ്യ സംബന്ധമായി കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് വലിയ ദോഷം കാണുന്നില്ല. കർമ്മരംഗത്ത് ഇവർക്ക് നന്നായി ശോഭിക്കാൻ സാധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പ്രവർത്തനത്തിൽ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നു. തങ്ങളുടെ യുക്തിഭദ്രത കൊണ്ടും ക്രിയാത്മക ശക്തി കൊണ്ടും കർമ്മമേഖല കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ കാണുന്നില്ല. സാമ്പത്തിക നേട്ടവും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ജന്മശനിയുടെ ദോഷം തന്നെയാണ്. ജന്മശനി ഏതെങ്കിലും വിധത്തിലൊക്കെ ഇവർക്ക് തടസ്സമോ പ്രശ്നമോ ആലസ്യമോ വിഷാദരോഗമോ ശത്രുക്കളാൽ പീഡിതമായ അവസ്ഥയോ ഒക്കെ ഉണ്ടാക്കാം. 2-ലെ രാഹു ഇവർ തൊടുന്നതും പറയുന്നതുമൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങളിലോ കലഹങ്ങളിലോ കേസിലോ ചെന്നെത്തിക്കാം. മുഖത്ത് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരാം. പല്ലിനോ കണ്ണിനോ മൂക്കിനോ ചെവിക്കോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള അണുബാധയുണ്ടാകാം. ഇതൊക്കെയാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. കുടുംബം, വീട്, ഇതൊക്കെ രണ്ടുകൊണ്ട് ചിന്തിക്കണമെന്നുള്ളത് കൊണ്ട് ഇവിടെയും എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാം. സംശയത്തിൻ്റെ ഒരു മറ എപ്പോഴും ഉണ്ടാകാം. അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കേതുവും ദോഷാവസ്ഥയാണ് കാണിക്കുന്നത്. എന്തായാലും മറ്റ് ഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് ബുധനും വ്യാഴവും അനുഗ്രഹത്തിൽ നിൽക്കുന്നത് കൊണ്ട് സമാസമം കാര്യങ്ങൾ കടന്നു പോകുമെന്ന് വേണം ചിന്തിക്കാൻ. ഇവരെ സംബന്ധിച്ചിടത്തോളം, കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 27, 28 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിൽ കേതുവും ജന്മത്തിൽ രാഹുവും 3-ൽ വ്യാഴവും 5-ാം ഭാവത്തിൽ ചൊവ്വയും അതുപോലെ തന്നെ 9-ൽ ബുധനും 11-ൽ ശുക്രനും സഞ്ചരിക്കുന്നു. 12-ൽ ശനി. ഈ ജന്മത്തിലെ രാഹുകേതുക്കൾ ആണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു. അതുപോലെ 3-ൽ വ്യാഴം മുറവിളി കൂട്ടും എന്നാണ്. സാമ്പത്തിക കാര്യങ്ങൾക്ക് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതായത് ഒരു കാര്യം നടത്തിക്കൊണ്ടു പോകാൻ, പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഇക്കുറി ഈ ആഴ്ച ഇവരുടെ ഒരു ഗുണം 11-ൽ ശുക്രൻ ബന്ധുക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ വലിയ ദോഷം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മാത്രമല്ല 9-ാം ഭാവത്തിൽ ബുധനുമുണ്ട്. അപ്പോൾ ബുധൻ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വിഷയസംബന്ധമായ കാര്യങ്ങളിൽ, അതായത് ഇവരുടെ പ്രവർത്തനങ്ങളിൽ എന്താണോ ഇവർ ചെയ്യുന്നത് ആ വിഷയങ്ങളിൽ കൂടുതൽ പ്രാപ്തി, കഴിവ് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും നന്നായി ഇവരുടെ കർമ്മമേഖലയിൽ ശോഭിക്കാൻ സാധിക്കും. 11-ലെ ശുക്രൻ ആ ശോഭിക്കുന്നതിൻ്റെ വിജയ കാഴ്ചയാണ് കാണിക്കുന്നത്. 11-ൽ നിന്നുകൊണ്ട് നല്ല വരുമാനം അവർക്ക് നേടിത്തരുന്നു.
അതുകൊണ്ട് തന്നെ പൊതുവെ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് വലിയ ദോഷമുണ്ടാകില്ല. എന്നാൽ ഈ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഈ സാമ്പത്തികാവസ്ഥയെ വീണ്ടും വീണ്ടും അവർക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന, വിലപിക്കുന്ന ഒരവസ്ഥയിൽ കൊണ്ടെത്തിക്കും എന്നതും ഒരു സങ്കടകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് എത്ര കിട്ടിയാലും മതിയാവില്ല. മുൻകാല കടങ്ങളോ മുൻകാല പ്രശ്നങ്ങളോ അവരെ അതിനുമേൽ സ്വാധീനിക്കുമെന്നതാണ് കാണിക്കുന്നത്. എന്നാൽ ഈ കാലാവസ്ഥയൊക്കെ മാറും, ഈ കാലവും കടന്നു പോകും എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം മാറി നല്ലൊരവസ്ഥ തീർച്ചയായിട്ടും അവർക്ക് വരും. ഇവർ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകരമായ അവസ്ഥയെയും 7-ലും അതുപോലെ തന്നെ ജന്മത്തിലും നിൽക്കുന്ന രാഹുകേതുക്കളുടെ സ്വാധീനം, ആരോഗ്യകരമായ അവസ്ഥ, സ്വന്തം പ്രതിഷ്ഠയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള തെറ്റായ ധാരണകൾ, തെറ്റായ അറിയിപ്പുകൾ, തെറ്റായ വാർത്തകൾ, ഇതെല്ലാം തന്നെയാണ് ഇവർ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. രോഗം ഇവർ വളരെ ശ്രദ്ധിക്കണം. അണുബാധയുണ്ടാവാനോ ശാരീരികമായ അവശതകൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്രണമോ മറ്റേതെങ്കിലും തരത്തിലുള്ള അറിയാത്ത രഹസ്യമായ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്കിൻ ഡിസീസ് ഉണ്ടാകാം, അലർജി അസുഖങ്ങളുണ്ടാകാം, ശരീരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകാവുന്ന അസുഖങ്ങൾക്കും ഒക്കെ സാധ്യതകൾ, സൂചനകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇഴജന്തുക്കളിൽ നിന്ന് ആക്രമണം ഉണ്ടാകാനോ ഇഴജന്തുക്കളുമായി ബന്ധപ്പെട്ട അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകാനോ ഒക്കെ സാധ്യതയുണ്ട്. പ്രത്യേകമായി ശ്രദ്ധിക്കുക. മലിനസ്ഥലം, സാഹസിക സ്ഥലങ്ങൾ, പരിചയമില്ലാത്ത സ്ഥലങ്ങൾ, ഇരുട്ട് നിറഞ്ഞ സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ പോകുമ്പോൾ അങ്ങേയറ്റം കരുതലെടുക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 22 ഉച്ചയ്ക്ക് ശേഷം 23, 24 ഗുണകരമാണ്. ഓം ശനൈശ്വരായ നമ ജപിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി കറുത്ത വസ്ത്രം ധരിക്കുക, നീരാഞ്ജനം സമർപ്പിക്കുക. അതുപോലെ തന്നെ കടുംപായസം കഴിപ്പിക്കാം. ശാസ്താവിന്, അയ്യപ്പസ്വാമിക്ക്, ഓം ശനീശ്വരന് ഒക്കെ ചെയ്യാം. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് ഇച്ചിരി കൊടുക്കുക. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി ജപിക്കുക. വ്യാഴദോഷ പരിഹാരത്തിന് വ്യാഴാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. മഞ്ഞപ്പട്ടു സമർപ്പിക്കുക. പാൽപ്പായസ നൈവേദ്യമോ നെയ്വിളക്ക് കത്തിക്കലോ ആവാം. അതുപോലെ തന്നെ ഓം നാഗായ നമ എന്ന് ജപിക്കുക. നാഗദൈവങ്ങൾക്ക് 100 പാലും കൊടുക്കുക. പ്രത്യേകിച്ച് ഈ ദുരിതമനുഭവിക്കുന്നവരുടെ പക്കനാളിനോ അല്ലെങ്കിൽ ആയില്യം നക്ഷത്രത്തിൻ്റെ അന്നോ. അതുപോലെ ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതിയെ നമോ എന്ന് ജപിക്കുക കേതുദോഷ പരിഹാരത്തിന്. ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക, തേങ്ങ ഉടയ്ക്കുക, ഉണ്ണിയപ്പ നിവേദ്യം എല്ലാം വളരെ നല്ലതാണ്. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.